നമസ്കാരം. എയ്ഫർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 ജൂണിൽ വന്നിട്ടുള്ള ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസേഴ്സുകളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വന്നത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സെന്റൻസ് സം മെൻ ആർ നോട്ട് മാരീഡ് എന്നുള്ളത്. അതിൽ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്: ദ സബ്ജക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ദ പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ബോത്ത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, നെയ്തർ സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആൻസർ വരുന്നതെന്ന്. അപ്പോൾ പൊതുവെ ലോജിക്കൽ റീസണിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ നമ്മൾ പ്രപ്പോസിഷൻസുകൾ എന്ന് പറയും. ലോജിക്കൽ റീസണിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ നമ്മൾ പ്രപ്പോസിഷൻസുകൾ എന്ന് പറയും. അപ്പോൾ പൊതുവെ ഈ പ്രപ്പോസിഷൻസുകളെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ, പ്രപ്പോസിഷൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രപ്പോസിഷൻസുകൾക്ക് 4 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്ന് വരുന്നത് ക്വാണ്ടിഫയേഴ്സ് നമ്മൾ പറയും, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും, പിന്നെ നമ്മൾ കോപ്പുല എന്ന് പറയും, പിന്നെ ഒന്ന് പ്രെഡിക്കേറ്റ് ആണ്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നുകൂടിയും പറയാം: ക്വാണ്ടിഫയേഴ്സ്, സബ്ജക്റ്റ്, കോപ്പുല, പ്രെഡിക്കേറ്റ്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഒരു പ്രപ്പോസിഷന് സാധാരണ ഉണ്ടാകുക. അപ്പോൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ക്വാണ്ടിഫൈ ചെയ്യാം. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ള ഒരു പ്രപ്പോസിഷൻ. അപ്പം അതിൽ ഓൾ എന്ന് പറയുന്നതാണ് ക്വാണ്ടിഫയർ. അതായത് ക്വാണ്ടിഫൈ ചെയ്യുക, അത് ഓൾ ആണോ, നോ ആണോ, സം ആണോ, സം നോട്ട് ആണോ എന്ന് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ആ ഒരു പ്രപ്പോസിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ മനുഷ്യരും മോർട്ടലാണ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മെന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മെന്നാണ് അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ സബ്ജക്റ്റിനെ പറയുന്നത്, ആ ഒരു സാധനത്തിനെയാണ് യഥാർത്ഥത്തിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ എല്ലാ മനുഷ്യരും മോർട്ടലാണ്. അപ്പോൾ എന്താണ്, എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, മോർട്ടൽ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സബ്ജക്റ്റിനെ പറയുന്നത്. അപ്പോൾ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ വെച്ചിട്ടാണോ നമ്മൾ സബ്ജക്റ്റിനെ അഫേമും ഡിനയും ചെയ്യുന്നത്, അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ മെൻ ആർ മോർട്ടലിൽ പ്രെഡിക്കേറ്റ് വരുന്നത് മോർട്ടലാണ്. പിന്നെ വരുന്ന അടുത്തൊരു ടേം ആണ്, അതിൽ വരുന്നതാണ് കോപ്പുല എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പുല എന്ന് പ്രധാനമായിട്ടും പറയുന്നത് സബ്ജക്റ്റിൻ്റെയും പ്രെഡിക്കേറ്റിൻ്റെയും റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോപ്പുല എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു ലോജിക്കൽ റീസണിങ്ങിൽ പ്രപ്പോസിഷൻ്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. അതായത് ക്വാണ്ടിഫയേഴ്സ്, അതേപോലെ തന്നെ സബ്ജക്റ്റ്, അതേപോലെ തന്നെ കൊപ്പുല, അതേപോലെ തന്നെ പ്രെഡിക്കേറ്റ്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ സം മെൻ ആർ നോട്ട് മാരീഡ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് സം ആണ്. അതേപോലെ തന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മെന്നാണ്. കോപ്പുല എന്ന് പറയുന്ന അവിടെ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രെഡിക്കേറ്റ് ആൻഡ് സബ്ജക്റ്റ്, അതായത് ആറാണ് അവിടെ. അതേപോലെ തന്നെ മാരീഡ് എന്ന് പറയുന്നതാണ് അവിടെ പ്രെഡിക്കേറ്റ് ആയി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രപ്പോസിഷൻസിന്റെ സ്ട്രക്ചർ ഉണ്ടാകുക. പ്രധാനമായിട്ടും ലോജിക്കൽ റീസണിങ്ങിൽ 4 തരത്തിലുള്ള പ്രപ്പോസിഷൻസുകളുണ്ട്. അതിനെ നമ്മൾ 2 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. 2 കാറ്റഗറീസുകൾ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസുകളും അതേപോലെ തന്നെ പർട്ടിക്കുലർ
പ്രപ്പോസിഷൻസുകളും. അപ്പോൾ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസുകളിലാണ് രണ്ട് കാറ്റഗറി വരുന്നത്, അല്ല രണ്ട് ടൈപ്സ് വരുന്നത്. ഒന്ന് യൂണിവേഴ്സൽ പോസിറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്നതിനെ പറയും. രണ്ടാമത്തത് യൂണിവേഴ്സൽ നെഗറ്റീവ്. യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസിൽ വരുന്ന രണ്ട് പ്രപ്പോസിഷൻസുകളാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് പർട്ടിക്കുലർ പ്രപ്പോസിഷൻസുകൾ. അതിൽ വരുന്നതാണ് പർട്ടിക്കുലർ അഫർമേറ്റീവും പർട്ടിക്കുലർ നെഗറ്റീവും. അപ്പോൾ ഇത്തരത്തിൽ 4 പ്രപ്പോസിഷൻസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് അതിനെ പറയും. രണ്ടാമത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. മൂന്നാമത്തത് പർട്ടിക്കുലർ പോസിറ്റീവും അല്ലെങ്കിൽ പർട്ടിക്കുലർ അഫർമേറ്റീവ് അതിനെ പറയും. നാലാമത്തത് പർട്ടിക്കുലർ നെഗറ്റീവും. അപ്പോൾ ഇത്തരത്തിലാണ് 4 പ്രപ്പോസിഷൻസുകൾ ഉള്ളത്. അപ്പോൾ ഇതിൽ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രപ്പോസിഷൻ, അതിനെ സൂചിപ്പിക്കുന്ന പൊതുവെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സൽ നെഗറ്റീവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. പർട്ടിക്കുലർ അഫർമേറ്റീവിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ പോസിറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. അതേപോലെ തന്നെ പർട്ടിക്കുലർ നെഗറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഒ ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പൊതുവെ ഓരോ പ്രപ്പോസിഷൻസിനെയും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ പോസിറ്റീവാണ്, അത് യൂണിവേഴ്സൽ പോസിറ്റീവാണ്. ഇ എന്ന് കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവാണ്. ഐ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ പോസിറ്റീവാണ്, മറ്റേത് പർട്ടിക്കുലർ നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഘടന വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നുകൂടി ചുരുക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സുകളെ ലോജിക്കൽ റീസണിംഗിൽ പറയുന്ന പേരാണ് പ്രപ്പോസിഷൻസ്. പ്രധാനമായിട്ടും പ്രപ്പോസിഷൻസിന്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുമ്പോൾ 4 ഭാഗങ്ങളാണുള്ളത്: ക്വാണ്ടിഫയേഴ്സ്, സബ്ജക്ട്, പ്രെഡിക്കേറ്റ്, കോപ്പുല എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രപ്പോസിഷൻസിനെ പ്രധാനമായിട്ടും 4 എണ്ണമാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ്, അതിൽ വരുന്നതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും, പർട്ടിക്കുലർ അഫർമേറ്റീവ് ഓർ പർട്ടിക്കുലർ പോസിറ്റീവ് അല്ലെങ്കിൽ പർട്ടിക്കുലർ നെഗറ്റീവ്. ഇങ്ങനെ 4 പ്രപ്പോസിഷൻസുകളാണ് നമുക്ക് ലോജിക്കൽ റീസണിംഗിൽ പൊതുവെ ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻസുകൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ പോസിറ്റീവ് നമ്മൾ എടുക്കുകയാണ്. യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് നമുക്ക് ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ സില്ലോജിസം വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരിക? ഓൾ മെൻ ആർ മോർട്ടൽ. ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഓൾ മെൻ ആർ മോർട്ടൽ. ഇങ്ങനെയാണ് സില്ലോജിസത്തിൽ നമ്മളത് വരക്കുക. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ, എല്ലാ മനുഷ്യരും മോർട്ടലാണ്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം എല്ലാ മോർട്ടലുകളും മനുഷ്യന്മാരാണ് എന്നുള്ളതല്ല. എല്ലാ മനുഷ്യരും മരിക്കും, പക്ഷെ എല്ലാ മരിക്കുന്നവരും മനുഷ്യന്മാരാണ് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഇവിടെ എന്താണ്? സബ്ജക്റ്റ് മാത്രമേ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ നമുക്ക് ഒരിക്കലും ഇന്റർചേഞ്ചബിൾ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് എല്ലാ മനുഷ്യരും മരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ മരിക്കുന്നവരും മനുഷ്യന്മാരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ പ്രെഡിക്കേറ്റും സബ്ജക്റ്റിനെയും നമുക്ക് അവിടെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ സബ്ജക്റ്റ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസുകളിൽ അവിടെ സബ്ജക്റ്റ് മാത്രമേ, ഓൺലി സബ്ജക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രപ്പോസിഷൻ എടുക്കുക, അതായത് യൂണിവേഴ്സൽ നെഗറ്റീവ്. അപ്പോൾ അത് നമുക്കൊരു ഇതേപോലെ തന്നെ സില്ലോജിസം വെച്ച് നമുക്കൊന്ന് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇപ്പോൾ നോ ഫിഷ് ഈസ് ബേർഡ്, അതൊരു യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോ ഫിഷ് ഈസ് ബേർഡ് എന്ന് വരുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്താണ്?
ഒരു ഒരു ഫിഷും ബേർഡ് അല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് എന്താ നമുക്ക് ഇവിടെ ഈ ഒരു സില്ലോയിസം വരക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിൽ എന്താണ് ഒരു റിലേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ടും എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഒരു റിലേഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുക, എന്താണ് യൂണിവേഴ്സൽ നെഗറ്റീവ് ആകുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി നമുക്ക് പെർട്ടിക്കുലർ പോസിറ്റീവിന്റെ കേസ് നോക്കാം. പെർട്ടിക്കുലർ പോസിറ്റീവ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ അഫോർമേറ്റീവ് ആകുമ്പോൾ ഒരു എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? സം മെൻ ആർ മാരീഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. സം മെൻ ആർ മാരീഡ്. അപ്പോൾ സം മെൻ ആർ മാരീഡ് എന്നുള്ള ഞാൻ MR കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ലോജിക്കൽ സില്ലോജിസം ഉപയോഗിച്ച് ഇതിനെ വരക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. സം മെൻ, കുറച്ച് മനുഷ്യന്മാർ മാരീഡ് ആണ് എന്ന് വരുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അവിടെ കുറച്ച് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിൽ ഇൻവോൾവ്ഡ് ആണ്, കുറച്ച് പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിലും ഇൻവോൾവ്ഡ് ആണ്. എന്നാൽ രണ്ടും ഫുള്ളി ഇൻവോൾവ്ഡും അല്ല, രണ്ടും എന്താ പറയാ, രണ്ടും തമ്മിൽ ഒരു ബന്ധം ഇല്ലാത്തൊരവസ്ഥയില്ല. അപ്പൊ ഇത് പാർഷ്യലി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ രണ്ടും എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ പോസിറ്റീവില് അല്ലെങ്കിൽ പെർട്ടിക്കുലർ അഫർമേറ്റീവില് സബ്ജക്റ്റും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റും എന്താണ് രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂണിവേഴ്സൽ പോസിറ്റീവ് ആകുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുള്ളൂ. യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ കേസിലാണെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുണ്ട്. എന്നാൽ പെർട്ടിക്കുലർ അഫോർമേറ്റീവ് ആകുമ്പോൾ അവിടെ സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ട് ആകുന്നില്ല, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ട് ആകുന്നില്ല. എന്നാൽ നാലാമത്തെ ഒരു കേസിൽ പർട്ടിക്കുലർ നെഗറ്റീവിന്റെ കേസിൽ അവിടെ പ്രെഡിക്കേറ്റ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുള്ളൂ, സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നില്ല. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ കേസിൽ പ്രെഡിക്കേറ്റ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുള്ളൂ, എന്താകുന്നില്ല, സബ്ജക്റ്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നില്ല. പ്രെഡിക്കേറ്റ് ഓൺലി പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇതിനൊന്നും കൂടി ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ പോസിറ്റീവിൽ നമ്മൾ സബ്ജക്റ്റിന് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുള്ളൂ. യൂണിവേഴ്സൽ നെഗറ്റീവ് ആകുന്ന സമയത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പർട്ടിക്കുലർ പോസിറ്റീവ് ആകുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നാൽ പർട്ടിക്കുലർ നെഗറ്റീവിൻ്റെ കേസിൽ അവിടെ പ്രെഡിക്കേറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കണ്ടെത്താവുന്നുള്ളൂ. സം മെൻ ആർ നോട്ട് മാരീഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, ഒരു അതൊരു പെർട്ടിക്കുലർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷനാണ്. അപ്പോൾ ആ പ്രൊപ്പോസിഷൻ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നോക്കി പ്രെഡിക്കേറ്റ് ആണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്വാഭാവികമായിട്ടും വരുന്നത് പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിനുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡിഡക്ഷൻ പ്രൊസീഡ്സ് ഫ്രം. ഡിഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടെയാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ വന്നിട്ടുള്ളത് പർട്ടിക്കുലറിൽ നിന്ന് യൂണിവേഴ്സലിലേക്കാണോ, യൂണിവേഴ്സലിൽ നിന്ന് പർട്ടിക്കുലറിലേക്കാണോ, പർട്ടിക്കുലറിൽ നിന്ന് പർട്ടിക്കുലറിലേക്കാണോ, അതോ യൂണിവേഴ്സിൽ നിന്ന് യൂണിവേഴ്സിലോട്ടാണോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് റീസണിങ് ഉള്ളത്. ഒന്ന് ഇൻഡക്റ്റീവ് റീസണിങ്, മറ്റൊന്ന് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമ്മൾ ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് എത്തുക, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലറിലേക്ക് എത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാനാണെന്നെങ്കിൽ
ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മരിക്കും എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അതിനൊരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്രട്ടീസ് ഈസ് എ മെൻ എന്നുള്ളത്, ഒരു സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ദെയർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു. അതായത് ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക. ഡിഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയുക. അപ്പോൾ ആ ഒരു ക്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ്ങിനും ഇൻഡക്റ്റീവ് റീസണിങ്ങിനും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. സ്പെസിഫിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജനറലിലേക്ക് എത്തുക. അപ്പോൾ ആ ഒരു ബേസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം. അപ്പോൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസീഡ്സ് ഫ്രം എവിടെ നിന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലിൽ നിന്ന് പർട്ടിക്കുലർ പ്രൊപ്പോസലിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് യൂണിവേഴ്സലിൽ നിന്ന് പർട്ടിക്കുലറിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ ആൻസർ ബി ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ഒരു പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രൊപ്പോസിഷൻ ഹൗ ആർ ദ ടേംസ് ഡിസ്ട്രിബ്യൂട്ടഡ്? ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സബ്ജക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, സബ്ജക്റ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, predicate is distributed, both the term are distributed, neither the subject is distributed nor the predicate എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രൊപ്പോസിഷൻസ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു നോ ഫിഷ് ആർ ബേർഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും, സബ്ജക്റ്റും അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റും അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ബോത്ത് ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആൻസർ സി ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് ലോജിക്കൽ റീസണിങ്ങിൽ പൊതുവെ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. പൊതുവെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചാളുകൾക്ക് വളരെ ടഫായിട്ടുള്ളതും എന്നാൽ കുറച്ചാളുകൾക്ക് വളരെ ഈസി ആയിട്ടും തോന്നുന്ന ഒരു ഏരിയ ആണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെ നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.